പ്രധാനമായും കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പൂർണ്ണമായും നമ്മൾ വിജയിച്ചു എന്ന് പറയാനാകില്ല. ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകൾ ഇത്തരം ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുകയാണ്. എന്തായാലും നിയമപരമായ നടപടികൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോലീസ് വളരെയേറെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ നടപടിയെടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബമാണ് രണ്ടും ഈ കുട്ടിയെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടത്. അതിൽ കൃത്യമായിട്ട് പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെടുകയും കുട്ടിയെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലും തടയപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് കമ്മീഷന്റെ അഭിപ്രായം. പൊതുസമൂഹത്തിലാകെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടുതൽ വളരെ കൂടുതൽ നമ്മൾ ചർച്ച ഇരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കമ്മീഷൻ അതിന്റെ അഭിപ്രായം. തീർച്ചയായും നമ്മളിപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ റേഡിയോ നെല്ലിക്ക പോലുള്ള പരിപാടികൾ വരികയാണ്. ഞങ്ങൾ പൊതുസമൂഹത്തിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു പോകണമെന്ന് തന്നെയാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഇനിയും നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും വികസിത സമൂഹമാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കുറ്റകൃത്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ട്. അതുകൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമുക്ക് നടത്തേണ്ടതുണ്ട്. അത് വളരെ ശ്രമകരമായതാണ്. കാരണം ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുണ്ടാകും. അവരുടെ സാമ്പത്തികമാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല രീതിയിലുള്ള അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ടാവാം. അതൊക്കെ പരിഹരിക്കപ്പെട്ടു പോകുമ്പോൾ മാത്രമേ അവരെയും കൂടെ നമുക്ക് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ, ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.